വൈഷമ്യാമുള്ളേതു കുന്നും കരകേറി നടകൊള്ളുവാൻ. വൈഷമ്യാമുള്ളേതു കുന്നും കരകേറി നടകൊള്ളുവാൻ. രക്ഷകനെൻ കാലുകൾക്കു വേഗമായി തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിയിടും. തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിയിടും. ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ. ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ. മാനസത്തിലാദി പൂണ്ടു ഖേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ. എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ. സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നു. എന്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഘമത്രേ. എന്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഘമത്രേ. ഇപ്പോൾ അവർ ദൈവമുൻപിൽ സേവയാം എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടും. എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടും. വൈഷമ്യാമുള്ളേതു കുന്നും കരകേറി നടകൊള്ളുവാൻ. വൈഷമ്യാമുള്ളേതു കുന്നും കരകേറി നടകൊള്ളുവാൻ. രക്ഷകനൻ കാലുകൾക്കു വേഗമായി തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിയിടും. തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിയിടും. ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ. ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്ന പകരം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അല്പനിമിഷം ധ്യാനിപ്പാൻ ഉത്തമഗീതം 5-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. എൻ്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. 9-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ തൻ്റെ കരുണ കൊണ്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള വർണ്ണന. ശലോമോൻ ഏറ്റവും അധികം കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണ്, ഒരു പുസ്തകം എന്ന് പറയാം, ഉത്തമഗീതം. യേശു കർത്താവിൻ്റെ മടങ്ങിയ വരവിനെക്കുറിച്ചും കർത്താവ് സഭയെ സ്നേഹിക്കുന്നതിനെക്കുറിച്ചും കർത്താവ് സഭയുടെ ശിരസ്സെന്ന് ആമേൻ തന്നതിനെക്കുറിച്ചും എല്ലാം വളരെ ജ്ഞാനത്തോടെ ഗംഭീരമായി ഇതിനകത്ത് താൻ വർണ്ണിക്കുകയാണ്. സ്തോത്രം. ആമേൻ. ആ 2-ാം വാക്യം ഭയങ്കര അനുഗ്രഹമാണ്. ഞാൻ ഉറങ്ങുന്നു എങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. ഹല്ലേലൂയ. വാതിക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയന്റെ സ്വരം, എൻ്റെ സഹോദരി, എൻ്റെ പ്രിയേ, എൻ്റെ പ്രാവേ, എൻ്റെ നിഷ്കളങ്കേ തുറക്ക, എൻ്റെ ശിരസ്സേ. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, വളരെ എങ്ങനെയൊക്കെ എൻ്റെ കർത്താവിനെ ഗംഭീരമായി
ജനത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുമോ, അതിനേക്കാൾ ശ്രേഷ്ഠകരമായി ഒരു മനുഷ്യനെ കൊണ്ട് ഒരിക്കലും കഴിയില്ല ഇങ്ങനെ വർണ്ണിക്കാൻ. സ്തോത്രം. എന്നാൽ മനുഷ്യരുടെ മേൽ പകർന്നിരിക്കുന്ന ജ്ഞാനം അത് ഗംഭീരമാണ്. സ്തോത്രം. നിങ്ങൾ എത്ര പേർ ദൈവത്തെ ഇതുപോലെ വർണ്ണിച്ചു? സ്തോത്രം. 10 വാക്യം പറഞ്ഞത്, എൻ്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ. കണ്ടോ, മണവാട്ടിയായ സഭയെ ചേർപ്പാൻ മണവാളനായ ക്രിസ്തു വരുന്നതിന് തൊട്ട് മുൻപ് ശലോമോൻ ജ്ഞാനി വിളിച്ചു പറയുകയാണ്, അവൻ 10,000-ങ്ങളിൽ ശ്രേഷ്ഠൻ തന്നെ. ആമേൻ. അവന്റെ ശിരസ് അതിവിശിഷ്ടമായ തങ്കം. ആമേൻ. ഹല്ലേലൂയ. കണ്ടോ, യേശു കർത്താവിൻ്റെ മണവാളന്റെ ശിരസ് അതിശ്രേഷ്ഠമായ അതിവിശിഷ്ടമായ തങ്കം. ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, ഇന്ന് പകലിൽ നമ്മെ ദൈവം സ്നേഹിക്കുന്ന എത്രത്തോളം എന്നറിയാമോ? പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ മറന്നു പോകും, തമ്പുരാൻ്റെ വചനം ഒന്ന് വായിച്ച് ധ്യാനിക്കാൻ മറന്നു പോകും. കുഴപ്പമില്ല, പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ പോകാറുണ്ട്. എൻ്റെ കർത്താവ് കൂടെ വരാതിരുന്നിട്ടുണ്ടോ? കൂടെ വരാതെ ഇരുന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എവിടെ പോയാലും കൂടെ വരുന്ന ദൈവം. സ്തോത്രം. ആ കർത്താവിന് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഈ 10-ാമത്തെ വാക്യത്തിലും 11-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിശ്രേഷ്ഠകരമായ വചന വെളിപ്പാടുകൾ തൻ്റെ ഭക്തന്മാരിൽ കൂടെ ദൈവം നൽകിയിരിക്കുകയാണ്. അഭിഷക്തന്മാരെ ഇന്ന് പകലിൽ നമുക്ക് പറയാം. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 16-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി. എന്നാൽ അവൻ പൗഴ നിറമുള്ളവനും, ആമേൻ, സ്തോത്രം, സുന്ദരനും കോമളരൂപിയും ആയിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെ ആകുന്നു എന്ന് കൽപ്പിച്ചു. നമുക്കറിയാം, ഈ ഒരു സമയം നമുക്കറിയാം, എല്ലാവരുടെ മേലും കർത്താവ് അഭിഷേക തൈലം ഒഴിക്കത്തില്ല. അങ്ങനെ അഭിഷേകം എന്ന് പറയുന്നവരെയൊക്കെ നമ്മൾ വളരെ സൂക്ഷിക്കണം. ആമേൻ. എല്ലാവരുടെ മേലും കർത്താവോട് അഭിഷേകം ചെയ്തില്ല. അവിടെ വേറെ 7 നിപ്പുണ്ട്, അപ്പൻ നിപ്പുണ്ട്, അമ്മ നിപ്പുണ്ട്, ഒത്തിരി പേരോട് നിപ്പുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുന്നവനെ തിരിച്ചറിയുന്ന ഒരു ദൈവം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആരുമില്ലാത്തപ്പോഴും ആരാധിക്കുന്ന ഒരുത്തൻ, ആരും പ്രേരിപ്പിക്കാതെ പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ. ആമേൻ. ആരും പുഷ് ചെയ്യാതെ ദൈവത്തിന് വേണ്ടി പാടുന്ന, കിന്നരം വായിക്കുന്ന ഒരുത്തൻ. അവനെ വരുത്തി. നോക്കിക്കേ, അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിൻ്റെ മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. കണ്ടോ, അന്ന് മുതൽ എപ്പോഴാണോ അഭിഷേക തൈലം അവൻ്റെ മേൽ വന്നത്, ശൗലിൻ്റെ മേൽ വ്യാപരിച്ച ദൈവാത്മാവ് നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മേൽ വന്നു. ഇന്ന് പകലിൽ ദൈവപൈതലേ, എൻ്റെ കർത്താവ് 10,000-ങ്ങളിൽ ശ്രേഷ്ഠനാ, അതിശ്രേഷ്ഠൻ. ആ ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഒരു ദൂത് വരുമ്പോൾ കരങ്ങളെ ഉയർത്തി സ്വീകരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ മുൻവിധിയോടെ ഇരിക്കുകയാണോ? ഞാൻ ഇത് കുറെ കേട്ടതാ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണോ?
കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവപൈതലേ, അവിടെയും വചനത്തിലേക്ക് വരും. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ അളന്ന് കിട്ടുമെന്നുമുണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവം ഒരുത്തനെ അനുഗ്രഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അത് കാട്ടിൽ കിടന്നാലും ചാണകക്കുഴി കിടന്നാലും, അവരിനി കമ്പോസ്റ്റ് വളത്തിൻ്റെ പുറകിൽ കിടന്നാലും, ഹല്ലേലൂയ, അവരിനി പന്നിക്കൂട്ടത്തിനിടയ്ക്ക് അകപ്പെട്ടു പോയാലും, സ്തോത്രം, അവനെ പുറത്ത് കൊണ്ടുവരും തമ്പുരാൻ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ആരാ? ആ കർത്താവിനേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 45-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 45-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിൽ മേൽ പകർന്നിരിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. എന്തുള്ളത് കൊണ്ടാ? ആമേൻ. നിന്റെ അധരങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന, എന്താ പകർന്നിരിക്കുന്ന? ലാവണ്യം. നിന്റെ വാക്കുകൾ വളരെ സൂക്ഷിക്കണം. അത് ലാവണ്യ വാക്കുകളായിരിക്കട്ടെ. ഒരാളിനെ മുറപ്പെടുത്തുന്ന വാക്കുകൾ പറയരുതേ. ആരെയും വേദനിപ്പിക്കുന്ന സംസാരം സംസാരിക്കരുതേ. ആരെങ്കിലും വേദനിപ്പിച്ചു എന്ന് നമ്മൾ തോന്നിക്കഴിഞ്ഞാൽ വിളിച്ച് ക്ഷമ പറഞ്ഞ് നിരപ്പ് പ്രാപിപ്പാൻ നമ്മൾ മറന്നു പോകരുത്. കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ നിൽപ്പുണ്ട്. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, 10,000 പേരിൽ അത് ശ്രേഷ്ഠൻ തന്നെ. സ്തോത്രം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണം, കൃപയിൽ പൊതിയണം. വചനദൂത് എന്നല്ലോ കർത്താവേ, അത്ഭുതം ചെയ്താട്ട്. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.